റൂഹിന്റെ പാതി. രചന നുസ്ര അക്ബർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നാച്ചു, കുഴപ്പമൊന്നുമില്ലല്ലോ? അസ്ലു പുറത്തേക്ക് ഇറങ്ങിയതിന് പിന്നാലെ ഐഷ അകത്തേക്ക് കടന്നു. ഇല്ലുമ്മി, എന്നാൽ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഡോക്ടറെ കണ്ടാവും സംസാരിക്കുന്നുണ്ട്. ചെറിയ അവളെ നോക്കി പറഞ്ഞു. വേണ്ട ഉമ്മി, ആ വീട്ടിലേക്ക് ഇനി ഞാനില്ല. എനിക്കവിടെ ശ്വാസം മുട്ടുന്നുണ്ട്. എന്നെ എൻ്റെ വീട്ടിലാക്കിയേക്ക്. അവൾ കരച്ചിലടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. നാച്ചു, എന്തൊക്കെയാ മോളെ നീ പറയുന്നേ? കല്യാണം കഴിഞ്ഞ ദിവസങ്ങൾ പോലും ആയിട്ടില്ല, അപ്പോഴേക്ക് തിരികെ പോവാന്നോ? ആയിഷ അവളെ നോക്കി. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ദിവസങ്ങൾ പോയിട്ട് മണിക്കൂറുകൾ പോലും അവിടെ നിൽക്കേണ്ട കാര്യം എന്നെ പോലെ ഒരു പെണ്ണിനുമില്ല. പക്ഷെ എന്നിട്ടും ഞങ്ങളെപ്പോലുള്ളവർക്ക് അടിച്ചു പിടിച്ച് നിൽക്കുന്ന പെറ്റ വയറിനോടും പോറ്റി വളർത്തിയ കൈകളോടുള്ള സ്നേഹത്തിലാണ്. ഓരോ പെണ്ണും തിരികെ ചെല്ലുമ്പോൾ വേദനിക്കുന്നത് ആ രണ്ട് ഹൃദയങ്ങളാണ്. അവരെ വേദനിപ്പിക്കാൻ ഒരു പെൺമക്കൾക്കും കഴിയില്ല. പക്ഷെ ഇങ്ങനെ ഗതിയിട്ട് ജീവിക്കേണ്ട അവസ്ഥയൊന്നും എനിക്കില്ല. പണത്തിന് കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ. ഞങ്ങളും തറവാടികളാണ്. ആരോടൊന്നില്ലാത്ത വാശി പോലെ അവൾ ഐഷയെ നോക്കി പറഞ്ഞു. ഇപ്പോഴാ നീ മഠത്തിൽ തറവാടിന്റെ പുലിക്കുട്ടിയായത്. ചിരിച്ചുകൊണ്ട് കൈയടിച്ചു വരുന്ന അബ്ദുള്ളയെ കണ്ടതും അവൾ എണീക്കാൻ ഒരുങ്ങി. ഉപ്പ, ഞാൻ... അവൾ വാക്കുകൾ കിട്ടാതെ തലതാഴ്ത്തി. നാച്ചു, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്തത് ഞാനാ. അവനെ നിന്റെ തലയിൽ വെച്ച് കിട്ടി. പക്ഷേ അത് ഈ ഉപ്പാന്റെ ഒരു പ്രതീക്ഷയായിരുന്നു. ഇപ്പം ഐഷയോട് പ്രതികരിച്ച പോലെ എന്തുകൊണ്ട് നീ ഫാത്തിമയോട് ചെയ്തില്ല? നിന്റെ അവകാശങ്ങളും ഇഷ്ടങ്ങളും ഒന്നും ആരും എതിർക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. നീ വേണം മഠത്തിൽ തറവാട്ടിൽ മൂത്ത മരുമകളായി അസ്ലുവിൻ്റെ തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് നയിക്കാൻ. അതിനെതിരെ വരുന്നവരെ നിനക്ക് എങ്ങനെയും നേരിടാം. ഈ ഉപ്പ കൂടെയുണ്ട്. അവൻ കർക്കശക്കാരനായിരിക്കാം, പക്ഷെ സ്നേഹിക്കാൻ അറിയുന്ന ഒരു മനസ്സവനിലുണ്ട്. മോളവനെ വെറുക്കരുത്. ഈ ഉപ്പാക്ക് അതേ പറയാനുള്ളൂ. അയാൾ അവിടെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവളാകെ ആശയക്കുഴപ്പത്തിലിരുന്നു. കണ്ണടച്ചാൽ തന്നെ ജീവനോളം സ്നേഹിക്കുന്ന ഉമ്മയും ഉപ്പയും, മറുവശത്ത് തകർന്നു പോകുന്ന മനസ്സുമായി നടന്ന ഷിബി, സ്നേഹം കൊണ്ട് പൊതിയുന്ന ഒരു കുടുംബം. ലോകത്തിന്റെ എല്ലാ കോണിലും മുദ്ര പതിപ്പിച്ച ഒരു സമ്പന്നനായ വ്യക്തി തനിക്ക് മുന്നിൽ മകന്റെ ജീവിതത്തിന് വേണ്ടി കേഴുന്നു. കഴുത്തിൽ ചേർന്ന് കിടക്കുന്ന മഹർ. അവൾ കണ്ണുകൾ തുറന്ന് ഉപ്പയെ നോക്കി. മോളെ, അയാൾ പ്രതീക്ഷയോടെ അവൾ വിളിച്ചു. ഞാൻ വരാം ഉപ്പ. ഉപ്പാന്റെ മോനെ, ഈ കൈകൾ ഞാൻ ഭദ്രമാക്കി തരാം. പക്ഷേ... എന്താ പിന്നെ ഒരു പക്ഷേ? അയാൾ വേവലാതിയോടെ അവളെ നോക്കി. അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും രണ്ട് ഹൃദയങ്ങളുടെ ചൂടിൽ ഈ നാച്ചു വെന്തൊരു ഉപ്പ. അവൾ നിസ്സഹായതയോടെ അവരെ നോക്കി. അയാൾ മനസ്സിലാവാതെ അവളെ നോക്കി. എന്നെ വിശ്വസിക്കണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവൾ അയാളോട് എന്തൊക്കെയോ പറഞ്ഞു. എല്ലാം കേട്ട് തരിച്ച അയാൾ അവളെ നോക്കി. ഉപ്പ. അവൾ വിക്കലോടെ അയാളെ വിളിച്ച്. നാച്ചു, ഷിബി, നീ അസ്ലു, പടച്ച റബ്ബേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? അയാൾ തലക്ക് കൈ കൊടുത്തിരുന്നു. ഉപ്പ, പക്ഷേ പണ്ട് ഇഷ്ടമായിരുന്നെങ്കിലും ഇപ്പം ഈ മഹറിനോട് എനിക്കൊരു കടമയുണ്ട്. അതുകൊണ്ട് ഷിബിക്ക് ഞാൻ മറക്കാൻ ശ്രമിക്കും. പക്ഷേ ഷിബി, അവനൊരിക്കലും എന്നെ മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാനാവില്ല ഉപ്പ. ഞാൻ ചെയ്ത എന്തോ വലിയ തെറ്റാണ് ഉപ്പ. കാത്തിരിക്കണമായിരുന്നു. അവൾ കൈകൾ രണ്ട് മുഖത്ത് പൊത്തി കരഞ്ഞുകൊണ്ടിരുന്നു. മോളെ, അപ്പം നിനക്കറിയായിരുന്നോ ഷിബിയുടെ സഹോദരനാണ് അസ്ലു എന്ന്? എൻ്റെ ഉപ്പ, അയാളെ എനിക്ക് അറിയ പോലും ഇല്ലായിരുന്നു. ഷിബിയെക്കുറിച്ച് അറിയാമെങ്കിലും അസ്ലുവിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അതാണല്ലോ വന്നു കയറുന്ന ഷിബിയുടെ കുടുംബത്തിലാണെന്ന് അറിയാതിരുന്നേ. കാത്തിരുന്നിരുന്നു. പക്ഷെ കാരണങ്ങൾ കൊണ്ട് അവൻ്റെ മുഖേനിൽ നിന്ന് മാഞ്ഞു പോയതാ. ആ വിടവിലേക്ക് അസ്ലു കയറി വന്ന് ഞാൻ വിചാരിച്ച എന്നെ മറന്ന് ഒഴിവാക്കി പോയതാണ് ഷിബിക്ക് എന്നെ എന്നാ. പക്ഷെ എനിക്ക് തെറ്റുപറ്റി, തിരുത്താനാവാത്ത തെറ്റ്. അസ്ലുവിനെ മനസ്സിൽ കൊണ്ടുവരുന്ന ആ വീട്ടിൽ ഞാൻ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ആ പാവയുടെ വെന്തുരുകയാവും. മോളെ, എന്നിട്ട് ഇതൊക്കെ അസ്ലുവിനറിയാമോ? അയാൾ വേവലാതിയോടെ ചോദിച്ചു. ഉപ്പ കുറച്ച് വിശ്വസിച്ചുകൂടെ? അസ്ലു എന്നെ ഒരിക്കലും മനസ്സിലാക്കിയില്ല. എന്നോട് വെറുപ്പും ദേഷ്യവും മാത്രമേ ഞാൻ ആ മുഖത്ത് കണ്ടിട്ടുള്ളൂ. എങ്ങനെ ഒരു ജീവിതം എനിക്ക് അയാൾക്കൊപ്പം ഉണ്ടാവുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. പക്ഷെ നിങ്ങളുടെ മോൻ മറ്റാരെയും വിവാഹം ചെയ്യില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. മോളെ, ഇതൊന്നും വേറെ ആരും അറിയണ്ട. അറിഞ്ഞാൽ അവനതൊരു പിടിവള്ളിയാവും. ഷിബിയെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. മോൾ അതോർത്ത് ബേജാറാവണ്ട. കൈക്കിപ്പം എങ്ങനെയുണ്ട്? ചെറിയൊരു വേദനയുണ്ട്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. എന്നാ വാ, പോവാം. അവളെയും കൂട്ടി പുറത്തേക്ക് നടന്നപ്പോഴേക്കും അസ്ലു കാറുമായി എത്തിയിരുന്നു. അതിലേക്ക് കയറിയിരുന്നു. വണ്ടി കുതിച്ചു. മനസ്സിൽ ഉറച്ച കണക്കൂട്ടലുകളുമായി കണ്ണുകളടച്ച് അവൾ സീറ്റിലേക്ക് ചാഞ്ഞു. ഡ്രൈവിങ്ങിനിടയിലും അവൻ്റെ കണ്ണുകൾ മിററിലൂടെ ബാക്ക് സീറ്റിനെ ലക്ഷ്യമാക്കി ഒഴുകിക്കൊണ്ടിരുന്നു. ഇക്കാക്ക. അസ്ലുവിൻ്റെ ഗേറ്റിലേക്ക് നോട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷിബിയറി വിളിച്ചു. എന്താടി? അവൻ കണ്ണുകൾ പിൻവലിക്കാതെ അവളോട് ചോദിച്ചു. ഇക്കാക്കാക്ക് എന്താ പറ്റിയേ? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. എന്നോട് മിണ്ടുന്നുകൂടി ഇല്ലാലോ. അവൾ സങ്കടത്തോടെ അവനെ നോക്കി. ഇങ്ങ് വാ. അവൻ പുഞ്ചിരിയോടെ അവളെ മാടി വിളിച്ചു. അവൾ ഓടി വന്ന് അവനെ ഇറുകെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്താടി, എന്തിനേക്ക് അങ്ങനെ കുറുമ്പിപ്പെണ്ണ് കരയുന്നത്? പോടാ, എന്നോട് മിണ്ടണ്ട. നീ വരുമ്പോഴേ ഈ വീടൊന്നും ഉണരുന്ന പോലും. ഷായുള്ളതും ഇല്ലാത്തൊക്കെ കണക്കാ. എപ്പോഴും മസിലും പെരുപ്പിച്ച് നടക്കും. നീ ഒന്ന് കളിച്ച് ചിരിച്ച് കൂട്ടു നിൽക്കുന്നു. ഇപ്പം നീയും ഇങ്ങനെ ആയ ആളവനെ ഇടിച്ചുകൊണ്ട് പറഞ്ഞു. റീ,
ഇക്കാക്കയുടെ മനസ്സിൽ ഇപ്പോൾ ഒരു പെരുമ്പറ മുഴങ്ങിക്കൊണ്ടിരിക്കുക. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്കെൻ്റെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റം വന്നപ്പോൾ നിനക്ക് ഫീൽ ചെയ്തില്ലേ? അപ്പം ഞാൻ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളുടെ പ്രസൻസ് എനിക്ക് ജീവിതകാലം മുഴുവൻ നഷ്ടമായുള്ള അവസ്ഥയൊന്നും എൻ്റെ മോൾ ആലോചിച്ച് നോക്കി. അതാ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാമെന്ന് കരുതി. ഓക്കെ, നിരാശാകാമകനാണല്ലേ, അത് വിട്. എന്താ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്? അസുലിനെ കണ്ടില്ല വന്നിട്ട്? അവളുടെ ചോദ്യം കേട്ട് അവൻ ഞെട്ടലോടെ അവളെ നോക്കി. ഇല്ല, ഞാനവനെ കണ്ടില്ല. അവനവിടെ ഇല്ലേ? അവൻ വെപ്രാളം ഒളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പം നീ അറിഞ്ഞില്ലേ? എന്ത്? ആ, നീ എങ്ങനെ അറിയാനാ? അറക്കാത്തിരിക്കല്ലേ, നമ്മുടെ കെട്ടിലമ്മായി വന്നിട്ടുണ്ട് അങ്ങ് തുഫായിന്ന്. ആര്? ഫാത്തിമാൻ്റെയോ? അല്ലാതെ നിനക്കാരാ ദുബായിലുള്ളത്? അവൾ ഗൗരവത്തിലായി. എനിക്കാരുമില്ല. സനയില്ലേ? അവളും അസലും റിലേഷനിലല്ലായിരുന്നോ? ഇതിപ്പോൾ അമ്മായി പ്രശ്നം ഉണ്ടാക്കാനുള്ളവരുമാണോ? ആ, അപ്പം തലക്കാത്ത ചകിരിയല്ല. അമ്മായി ആരാ മോള്? വന്നത് മാരേജ് കഴിഞ്ഞ ദേഷ്യം നാച്ചുതാക്കിയിട്ട് പണിതു. പുള്ളിക്കാരി ഹോസ്പിറ്റലിലാ. നാച്ചു? അവൾക്ക് എന്താ പറ്റിയേ? ഹോസ്പിറ്റലിലോ? അതിന് മാത്രം എന്താ? അവൻ റീയെ തള്ളി മാറ്റിക്കൊണ്ട് താഴേക്ക് പോകാൻ ഒരുങ്ങി. ഹലോ ഒന്നവിടെ നിന്നേ. ഈ വെപ്രാളപ്പെട്ടുള്ള പോക്കണ്ട, അവളുടെ കെട്ടിയോ നീയാണെന്ന് വിചാരിക്കുമല്ലോ. അവൾ അവനെ പിടിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. റീ, നീ വിട്, ചുമ്മാനെ വട്ടാക്കല്ലേ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വെട്ടി നോക്കും ഞാൻ അവരെ. അവൻ ദേഷ്യത്തോടെ അവളെ കൈകൾ കുടഞ്ഞെറിഞ്ഞ് താഴേക്ക് ഓടി. അസ്ലു! അവന്റെ ഗേറ്റ് തള്ളി തുറന്ന് അവൻ നീട്ടി വിളിച്ചു. അവന്റെ വരവേണ്ടതും ഉമ്മറത്തിരുന്ന അബ്ദുള്ള പേടിയോടെ എണീറ്റു. അസ്ലു! അവന്റെ ശബ്ദം ആ വീട്ടിൽ വീണ്ടും നിറഞ്ഞു. അകത്തുണ്ടായിരുന്ന അസ്ലു പതിയെ ഉമ്മറത്തേക്ക് വന്നു. ഏയ്, വാട്ട് എ സർപ്രൈസ്! നീ എപ്പത്തിയടാ? അസ്ലു അവനെ ഇറുകെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. പക്ഷെ അവന്റെ കണ്ണുകൾ കോപമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. അവനത് ഒളിപ്പിച്ചുകൊണ്ട് തന്നെ അവനോട് വിശേഷം തിരക്കി. ആ, എന്നിട്ട് എവിടെയാടാ അവള്? ഷിബി അവനോട് ചോദിച്ചു. അകത്തുണ്ടാവും. അല്ല, സനവന്നുണ്ട്, അറിഞ്ഞില്ലേ നീ? അസ്ലു സന്തോഷത്തോടെ അവനെ നോക്കി. ദേഷ്യത്തിൽ ചുമന്ന മുഖവുമായി അവന്റെ കണ്ണുകൾ അപ്പോഴും അസ്ലുവിനെ കൊത്തിവലിക്കുകയായിരുന്നു. എന്തോ നഷ്ടപ്പെടുത്തിയതിലുള്ള തീരാ രോഷം പോലെ. ഷിബിയെയും കൂട്ടിപ്പിടിച്ച് അകത്തേക്ക് കയറുന്ന അസ്ലുവിനെ അബ്ദുള്ളയും നോക്കി. ഒരു തോണിയുടെ ഇരുവശത്തിരുന്ന് തുഴഞ്ഞു പോകുന്നവർ. മുത്തപ്പ! അയാളുടെ ചിന്തകൾക്ക് വിരാമിട്ടുകൊണ്ട് ഷിബിയുടെ ശബ്ദം അയാളെ തേടി വന്നു. ആ ഷിബി, നീ എപ്പത്തി? ഇപ്പൊ കുറേയല്ലോ കണ്ടിട്ട്. എങ്ങനെ പോകുന്നു സ്റ്റഡീസും ജോബൊക്കെ? അയാൾ അവന്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. നോട്ട് ബാഡ്. നന്നായി സംസാരിച്ച് എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്ന അവന്റെ ഒറ്റ വാക്കുകളുടെ മറുപടി അയാളെ വല്ലാതെ വേദനിപ്പിച്ചു. മോനാ തേജില്ലേ? അസ്ലു, കുടിക്കാൻ വല്ല എടുക്കാൻ പറയാം ആഴ്ചയോട്. അതും പറഞ്ഞ അയാൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ പുറത്തേക്ക് ഇറങ്ങി. വാ! അസ്ലു അവനെയും പിടിച്ച് അകത്തേക്ക് നടന്നു. ഷിബിയുടെ കണ്ണുകൾ ചുറ്റിൽ അവൾക്കായി തിരച്ചിൽ തുടങ്ങി. നീ എന്തിനായി നോക്കുന്നേ? അവന്റെ നോട്ടം കണ്ട് അസ്ലു ചോദിച്ചു. ഏയ്, മൂത്തുമാനെ കണ്ടില്ല. ചെറിയമ്മയ്ക്ക് എവിടെയാ? അവൻ വീണ്ടും കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു. ഓഹ്, അതൊന്നും പറയണ്ട. നിന്നെ പോലെയൊക്കെ ആയാൽ മതിയായിരുന്നു. ഒന്നും അറിയാതെ ആവശ്യമായ ലൈഫ്. അസ്ലു ലിവിംഗ് റൂമിലെ സെറ്റിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. എല്ലാവരും നിന്നെ പോലെ ഒന്നും ആയിരുന്നെങ്കിലെന്ന് മനസ്സിലാഗ്രഹിക്കുക. അപ്പം നീ ഇങ്ങനെ. ഷിബി പുച്ഛം നിറഞ്ഞൊരു ചിരി അവന് നേരെ ചിരിച്ച്. ആ, കാണുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നും. ബട്ട് ഈ ലൈഫ് കുറച്ച് കോംപ്ലിക്കേറ്റഡാ, എസ്പെഷ്യലി ആഫ്റ്റർ മാരേജ്. ഓഹ്, വിവാഹം കഴിഞ്ഞ ദിവസങ്ങളിലേ ആയുള്ളൂ. നീയൊക്കെ ലക്കി മാനാ. നല്ലൊരു ജോബ്, കൈവെക്കാത്ത ഏരിയകളില്ല നിനക്ക്. ലേബിൾഡ് മോസ്റ്റ് ബിസിനസ് മാൻ, ലവ്ലി ഫാമിലി. ഇപ്പം ആരും സ്വന്താക്കാൻ കൊതിക്കുന്ന ഒരു പെണ്ണിന്റെ ഹസ്ബൻഡ്. ഇത്രയൊക്കെ പോരെ? ഷിബി അവനൊപ്പം ഇരുന്നോട് ചോദിച്ചു. മതിയായിരുന്നു. ബട്ട് ഇഫ് ഓൺലി ഐ ഹാഡ് ബീൻ ഇൻ ലവ് ബിഫോർ. അസ്ലു വേദന നിറഞ്ഞ മുഖത്തോടെ അവനെ നോക്കി. ഡിഡിൻ യു നോ ദിസ് അറ്റ് ഫസ്റ്റ്? അറിയാം എല്ലാവർക്കും എനിക്ക് സനയെ ഇഷ്ടമാണെന്ന്. ബട്ട് പപ്പയുടെ നിർബന്ധമാണ് ഇതൊക്കെ ഇവിടെ കൊണ്ട് എത്തിച്ച്. നിനക്ക് പറയായിരുന്നില്ലേ? അവൻ്റെ ചോദ്യത്തിന് മൂർച്ച കൂടിക്കൊണ്ടേയിരുന്നു. നീ ഇതെന്താ ഒരുമാതിരി മീഡിയ ക്വസ്റ്റ്യൻ പോലെ? അസ്ലു അവനെ നോക്കി. ഏ മാൻ, യു ഫോർഗെറ്റ് ദാറ്റ്സ് മൈ ജോബ്. ഷിബി അവനെ പുച്ഛത്താൽ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഓഹ് ശരി, ഉമ്മിയകത്താണ്. നീ കണ്ടിട്ട് വാ, എനിക്ക് പപ്പയോട് കൂടെ സംസാരിക്കാനുണ്ട്. അസ്ലു അവനെ പോയി പുറത്തേക്ക് നടന്നു. അതേ ഇരിപ്പിലിരുന്നുകൊണ്ട് തന്നെ അവനവൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തു. കാരണം നിനു ഇന്ന് കയ്യെത്തും ദൂരത്തുണ്ടെങ്കിലും ഒരു കിട്ടാക്കരിയാണ്. പ്രത്യേകിച്ച് അസ്ലുവിൻ്റെ ഭാര്യ എന്ന പേരിൽ. അവൻ്റെ സ്വന്തമായതിന് അവനൊന്നിനും വിട്ടുകൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല. അപ്പം നിനുവും. പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അസ്ലു അവളെ വെറുക്കുന്നുണ്ട്. സന തന്നെ കാരണം. അവരെ ഒന്ന് കൂട്ടിക്കൊടുത്താൽ നിനുവിനെ അവൻ്റെ മനസ്സ് അവൾക്കായി വല്ലാതെ തുടികൊട്ടി. അവൻ മുഖമം തുടച്ച് അകത്തേക്ക് നടന്നു. ആ ഷിബിയോ, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞ്? ഇങ്ങ് വാ. നാച്ചു കിടക്കുന്ന റൂമിൻ്റെ ഡോറിൽ നിന്ന് അകത്തേക്ക് നോക്കുന്ന അവനെ കണ്ട് ചെറിയ വിളിച്ചു. അവൻ്റെ പേര് കേട്ട് നാച്ചു വല്ലാതെ വെട്ടിവീർക്കാൻ തുടങ്ങി. വല്ലാത്തൊരു കുറ്റബോധം രണ്ടുപേരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു. അവൻ പതിയെ അവൾക്കടുത്തേക്ക് കാലുകൾ ചലിപ്പിച്ചു. ആ, നല്ല ആളാ. വന്നപ്പോൾ ഒന്ന് കണ്ടതാ. അതിനിടക്കാ മോനെ ഇതൊക്കെ സംഭവിച്ചു. കൂട്ടുകാരിക്ക് പരിക്ക് പറ്റിയെന്ന് ഈ അറിഞ്ഞില്ലേ? ആയിഷ അവൾക്ക് മരുന്ന് വായിലേക്ക് വെച്ച് അവനെ നോക്കി ചോദിച്ചു. ഇല്ല മുത്തുമ്മ, ഞാനൊന്ന് മയങ്ങി. എണീറ്റപ്പോഴാ റിയ കാര്യം പറഞ്ഞേ. അവൻ വേദനയോടെ നാച്ചുവിനെ നോക്കി പറഞ്ഞു. അവൾ അവനെ നോക്കാതെ തലകുമ്പിട്ടിരുന്നു. ആ, അവള് വന്നല്ലോ, അതിൻ്റെയാ. ഇനി എന്തൊക്കെ കാണാവോ? അല്ലാ.
നീയേ തുണ. അവർ നാച്ചുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. മോനിരിക്കി, ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം. ചെറിയ അടുക്കള ലക്ഷ്യമാക്കി നീങ്ങി. എല്ലാവരും ഒഴിഞ്ഞ് റൂമിൽ അവർ മാത്രമായി. നിശബ്ദത അവരെ വേട്ടയാടി. നിനു. അവൻ്റെ ശബ്ദം മൃദുലമായിരുന്നു. കാലങ്ങൾക്ക് ഇപ്പുറം ആ വിളി അവളുടെ കണ്ണുകളെ ഈറനണിയിച്ചു. നിനു, എങ്ങനെ പറയണമെന്നറിയില്ല. തെറ്റെൻ്റെയോ നിൻ്റെയോ അല്ല. പക്ഷേ വിധിയെ പഴിക്കാനും ഒക്കില്ല. നീ വേറെ എവിടെയെങ്കിലും ആയിരുന്നേലും എനിക്ക് ഇത്ര വേദന കാണില്ലായിരുന്നു. ഇതിപ്പോൾ എൻ്റെ കൺമുമ്പിൽ എൻ്റെ പെണ്ണായവനായിരുന്ന പെണ്ണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായി. എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അവളൊന്നും പറയാതെ നിശബ്ദമായി തേങ്ങിക്കൊണ്ടിരുന്നു. നിനു, നീ വിചാരിക്കുന്ന പോലെ അവന് നിന്നെ ഇഷ്ടമൊന്നുമില്ല. സനയും ആൻറ്റി നിന്നെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം അതാ. അവൾ അസ്ലുവിനുള്ളതാ. അതിവിടെ എല്ലാവർക്കും അറിയാം. ബട്ട് ആരും ആക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നീ ഇവിടെ പെട്ടുപോയത്. ഒരവസരം ഞാൻ ചോദിക്കാം, അസ്ലു മനസ്സിലാക്കൂ. എൻ്റെ പെണ്ണിനെ എന്നെ തന്നെയാക്കാൻ. അവനവളുടെ മുറിവേറ്റ കയ്യിൽ മൃദുലമായി പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ്. അവൾ നിറകണ്ണുകളോട് അവൻ്റെ കൈതട്ടി മാറ്റി. നിനു. നെഞ്ചു പൊട്ടുന്ന വേദനയോടെ അവനവളെ വിളിച്ചു. വേണ്ട ഷിബിക്ക, എല്ലാം ഇന്നലകളായിരുന്നു, കഴിഞ്ഞു പോയവ. ഇനി അതിനൊരു തുടക്കം വേണ്ട. കാത്തിരുന്നിരുന്നു, ഒരു വിളിക്കായി കാതോർത്തിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഫറ, അവൾ നിങ്ങളുടെ സിസ്റ്ററാണെന്ന് പറഞ്ഞിരുന്നേ പോലും ഞാൻ കാത്തിരിക്കായിരുന്നു. ഫറയായിട്ട് ഇങ്ങനെ ഒരു പ്രപ്പോസൽ എനിക്ക് വെക്കില്ലായിരുന്നു. ഇതൊക്കെ അറിയുമ്പോൾ ഞാൻ അവളെങ്ങനെ ഫേസ് ചെയ്യുന്ന എനിക്കറിയാത്തത്. നീ എന്തൊക്കെയായി പറയുന്നേ? അസ്ലു നീ വിചാരിച്ച പോലെ ഒന്നുമല്ല. സനി ഒട്ടും മോശമില്ല. ഇവർക്കിടയിൽ നിന്ന് നീ എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നത്? നിന്നെ പൊന്നുപോലെ നീ കൈകളിൽ പൊതിഞ്ഞ് ഞാൻ കൊണ്ടുവരുന്നവളാ. അസ്ലുവിനെ പോലെ വലിയൊരു വ്യക്തിയൊന്നുമല്ല ഞാൻ. അവനെ പോലെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. പക്ഷെ ഞാൻ സ്നേഹിച്ചതിനെ വിട്ടുകൊടുക്കാൻ എന്നെ കൊണ്ടാവില്ല. എല്ലാവരോടും ഞാൻ സംസാരിക്കാം, നിന്റെ ഒരു വാക്ക് മതി. അവൻ അവളുടെ മുമ്പിൽ അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു. ഇല്ല ഷിബി, എന്നെ കൊണ്ട് കഴിയില്ല. അയാൾ എന്നെ ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്ന് എൻ്റെ വിഷയമല്ല. എൻ്റെ ഉപ്പയും ഉമ്മയും പിന്നെ ആ വലിയ മനുഷ്യൻ. ഞാൻ വാക്ക് കൊടുത്തു പോയി. അവരുടെ മകനെ വിട്ട് ഒരിക്കലും അകലില്ലെന്ന്. എന്നെ കൊണ്ട് വാക്ക് തെറ്റിക്കാൻ കഴിയില്ല. എന്നെ നിർബന്ധിക്കില്ല ഷിബിക്ക. ഒരുപക്ഷെ മനസ്സ് മാറി നിങ്ങൾക്കൊപ്പം ഞാൻ വന്നാൽ വേദനിക്കുന്ന ഒത്തിരി ഹൃദയങ്ങൾ നമ്മൾ കാണേണ്ടി വരും. ഇതിപ്പോൾ ഞാനും നിങ്ങൾ മാത്രമേ വേദനിക്കേണ്ടി വരൂ. പൊറുക്കണം. സ്നേഹം തന്ന മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഷിബിക്ക് എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടി അറിയിക്കുന്നുണ്ടെന്ന് കരുതിയാൽ മതി. ഇത് നമ്മോടൊപ്പം തന്നെ അങ്ങ് തീരട്ടെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ തോളിലേക്ക് കൈകളമർത്തി ചുമലിലേക്ക് ചാഞ്ഞു. നിനക്ക് കരയില്ലേടാ. നിന്റെ കണ്ണുനീരെങ്കിൽ സഹിക്കാൻ കഴിയില്ല. നിനക്കതാണ് നല്ലതെന്ന് തോന്നുമെങ്കിൽ ഞാൻ സമ്മതിക്കാം. പക്ഷേ ഒരു മടങ്ങി വരവ് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അന്ന് നിനക്കായി ഷിബി കാത്തിരിക്കും. അസ്ലു നിന്നെ വെറുക്കുന്നിടത്തോളം കാലം നിനക്ക് അവനോട് എതിർത്ത് നിൽക്കാൻ പാടാവും. പക്ഷേ അവൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയാൽ ഈ ഭൂമിയിൽ നിന്നോളം ഭാഗ്യവതില്ലെന്ന് കൂട്ടിക്കോ. ഞാൻ ഇറങ്ങട്ടെ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഈ നിറയുന്ന കണ്ണുകൾ എനിക്കിനി കാണേണ്ടി വരരുത്. അവളെ വേർപ്പെടുത്തി കവളിൽ പതിയെ തലോടിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. എരിഞ്ഞു നീരുന്ന കണ്ണുകളെ പിടിച്ചിർത്താൻ പാടുവിട്ടുകൊണ്ട്. അവളുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. കാൽമുട്ടിലേക്ക് മുഖം പൂഴ്ത്തി അവളും തേങ്ങലടക്കാൻ പാടുവിടുകയായിരുന്നു. കുന്നോളം സ്വപ്നങ്ങൾ നെയ്തു കൂട്ടി നിമിഷ നേരം കൊണ്ട് തകർന്ന തരിപ്പണമായ അവസ്ഥ. വേദനകളെ പിടിച്ചു കെട്ടിക്കൊണ്ടവൻ നേരെ ഗേറ്റ് ലക്ഷ്യമായിക്കൊണ്ട് നടന്നു. ഷിബി, ദാ നീ പോവാണോ? പുറകിൽ നിന്ന് അസ്ലുവിന്റെ ശബ്ദം അവനെ തേടി വന്നെങ്കിലും അതൊന്നും ചെവികൊള്ളാതെ അവൻ നേരെ പാടവരമ്പുകളിലേക്ക് ലക്ഷ്യമാക്കി. ആകാശം ചുവപ്പ് വ്യാപിച്ചിരുന്നു. പറവകൾ തന്റെ കൂട്ടിലേക്ക് ചേക്കേറാൻ ധൃതിയിൽ പറന്നുകൊണ്ടിരുന്നു. തണുത്ത കാറ്റ് അവനെ പൊതിഞ്ഞുകൊണ്ടിരുന്നു. കണ്ണുകൾ ഇറുക്കി അടച്ച് അവനൊന്ന് ഉറക്കെ കരയാൻ പോലും ആവാതെ നിശബ്ദനായിരുന്നു. തോളിലൊരു കരസ്പർശം അറിഞ്ഞത് അവൻ തിരിഞ്ഞു നോക്കി. അവന്റെ കൈകൾക്കിടയിലൂടെ കൈകൾ കോർത്ത് തോളിലേക്ക് തലയാഴ്ച അവളും ദൂരേക്ക് മിഴികൾ പായിച്ചു. അവിടുന്ന് നേരെ പോന്നിട്ടാവും ഇങ്ങോട്ടേക്കാണെന്ന് എനിക്ക് തോന്നി. അതാ ഓടി വന്നേ. അവൾ അവനെ നോക്കാതെ തന്നെ പറഞ്ഞു. അപ്പോഴും മൗനമായിരുന്നു അവൾക്കുള്ള മറുപടി. എന്തു പറ്റിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. എനിക്കത് അറിയുകയും വേണ്ട. കാരണം അതിലൊരു പങ്ക് അറിയാതെ കൂടി എനിക്കുണ്ട്. പക്ഷെ എങ്ങനെ ഞാൻ അറിയുമ്പോൾ അവൾ നിനക്ക് നിന്റെ അവസ്ഥയിൽ എനിക്ക് കാണാൻ വയ്യ ഷിബി. ഒന്ന് പൊട്ടിക്കരഞ്ഞുവിടാ. നിനക്ക് മനസ്സിന്റെ ഭാരം പകുതിയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോവായിരുന്നില്ലേ? ഇങ്ങനെ മോഹനായിട്ടിരിക്കുന്ന നിന്നെ ഇവിടെ ആർക്കും വേണ്ടടാ. അവൾ അവൻ്റെ നെഞ്ചിലേക്കൊന്നുകൂടെ ചേർന്നിരുന്നുകൊണ്ട് ഏങ്ങി. നിറമാർന്ന ഒരു ലോകം അവന് മുന്നിൽ തെളിഞ്ഞു വന്നു. പ്രതീക്ഷകളും വർണ്ണങ്ങളും അവളോടത്തുള്ള പ്രണയ നിമിഷങ്ങളും എല്ലാം കൂടി കലർന്ന സുന്ദരമായ നിമിഷങ്ങൾ. അറിയാതെ പോലും അവന് നിരാശ കലർന്ന മുഖത്തൊരു പുഞ്ചിരി മുട്ടിട്ടു. അൻവർക്കത് ഈ സമയം പോകുന്നുണ്ട്, പെട്ടെന്നൊന്ന് റെഡിയാക്കിത്താ. കൂട്ടുകാരൻ അൻവറിന്റെ പെങ്ങളുടെ വിവാഹവേദിയിൽ വെച്ചാണ് ആ കിളിക്കൊഞ്ചൽ ആദ്യമായി കേൾക്കുന്നത്. ആ സ്വരമാധുര്യത്തിനുടമയെ തിരഞ്ഞെങ്കിലും പെൺപടയിൽ നിന്ന് അതിന്റെ അവകാശിയെ കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അൻവർ തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അവന്റെ ഒരേ ഒരു സഹോദരി ഹനാന്റെ മെഹന്തി ഫംഗ്ഷൻ ഏറ്റെടുത്ത ഫോട്ടോഗ്രാഫർക്ക് എത്താൻ പറ്റാത്തതിനെ ചൊല്ലി പന്തലിൽ ഊട്ടുപുരയിലെ കാര്യസ്ഥപണി നോക്കിയിരുന്ന എന്നെ അവൻ ആ സ്ഥാനത്തേക്ക് നിയമിച്ചു. മോശം പറയരുതല്ലോ, വൈൽഡ് ഫോട്ടോഗ്രാഫി എന്നും പറഞ്ഞ് ക്യാമറയും തൂക്കി നടക്കാൻ തുടങ്ങിയ കാലം കുറച്ചായിരുന്നു.
അതിൻ്റെ ഒരു കഴിവ് തന്നെയാണെന്ന് കൂട്ടിക്കോ. അവളുടെ മൊഞ്ചേറുന്ന ചിത്രങ്ങൾ ഒപ്പിയെടുക്കാൻ തുടങ്ങി. അതിനിടയിലാണ് ആ സ്വരം എൻ്റെ കാതുകളിലേക്ക് തുളച്ചു വന്നത്. സമയം പോകുന്നുണ്ട് കേട്ടോ, ഇതൊന്ന് റെഡിയാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഹൽദി തുടങ്ങാൻ. ഒന്നിങ്ങ് വാൻ വെറുക്കാ. പുതുപ്പെണ്ണിൻ്റെ പുറകിലായി പാറിപ്പറക്കുന്ന മുടികളെ വരുതിയിലാക്കിക്കൊണ്ട് അവൾ അൻവറിനോട് കയർക്കുകയാണ്. കണ്ണിൽ നിന്നും ക്യാമറയെ മാറ്റിക്കൊണ്ട് കണ്ണുകൾ കൊണ്ട് അവളുടെ വിഷ്വൽസ് പകർത്തിക്കൊണ്ടിരുന്നു. ഇളം പിങ്ക് നിറത്തിലുള്ള അധരങ്ങൾ, കറുപ്പിച്ചെഴുതിയ കൺപീരികളും, ചുണ്ടിനെ താഴെയായി കറുത്തൊരു മറുകും. ഓളുടെ ഭംഗിയിൽ അങ്ങനെ മതിമറഞ്ഞു നിന്നപ്പോഴാണ് ഹനാന്റെ വിളി കേൾക്കുന്നത്. ഷിബിക, ഞാനത് ചേഞ്ച് ചെയ്തിട്ട് വരാവേ, അപ്പോഴേക്കും 2-3 നല്ല പിക്കൊന്ന് എഡിറ്റ് ചെയ്തേക്കണേ. അവളോട് തലകുലുക്കി സമ്മതം അറിയിക്കുമ്പോഴും ധൃതിയിൽ അവളുടെ കയ്യും വലിച്ച് അകത്തേക്ക് നടക്കുന്ന ആ സുന്ദരി പെണ്ണിൽ തന്നെയായിരുന്നു എൻ്റെ 2 കണ്ണ്. അവൾ കണ്ണിൽ നിന്ന് മറഞ്ഞിട്ടും അങ്ങോട്ട് തന്നെ നോക്കി നിന്നു. പെട്ടെന്നാണ് ബോധം വന്നത്. അവൾ ആരാണെന്നറിയണ്ടേ? എന്താണ് ഒരു വഴിയെന്ന് ആലോചിച്ചപ്പോഴാണ് മുണ്ടും മടക്കി കുത്തി സ്റ്റേജ് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ നിർദ്ദേശം കൊടുക്കുന്ന അൻവറിനെ കണ്ണിൽപ്പെടുന്നത്. ഒന്നും നോക്കിയില്ല, അവനെയും വലിച്ച് അടുക്കളുടെ പ്രകവശത്തേക്ക് നടന്നു. ഷിബിലെ, നീ എന്താണ് ചെയ്യുന്നത്? വിട്, അവിടെ 100 കൂട്ടം പണിയുണ്ട്. ഇവിടെ എന്താണ് നിനക്ക്? അവൻ ഓരോന്നും ചോദിച്ചെങ്കിലും അവളെ കണ്ട ഹാങ് ഓവർ മാറാത്തതുകൊണ്ട് അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്താടാ? ഏതാടാ ആ പെണ്ണ്? ഏത് പെണ്ണ്? ഹനാന്റെ കൂടെയുള്ളൊരു സുന്ദരി. അവിടെ ഒരുപാട് സുന്ദരികളുണ്ടല്ലോ, അതിൽ ഏതാ മോ സ്കെച്ച് ചെയ്ത്? എടാ, ലൈറ്റ് ഗ്രീൻ ഗൗൺ ഇട്ട, ചുണ്ടിന് താഴെ ഒരു മറുകളൊരു മൊഞ്ചത്തി. അതാരടാ? അവിടെ എല്ലാം ഗ്രീൻ ഗൗൺ ആണല്ലോ, നിനക്ക് എന്താടാ പറ്റിയേ? എടാ ദേ ഈ പെണ്ണ്. അവൻ ക്യാമറ അൻവറിനോട് കയറിക്കുന്ന അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇത് നമ്മുടെ നാച്ചു. കൊള്ളാലോ. ഇവളാരാണ് അതിൻ്റെ? അറിഞ്ഞിട്ട് നിനക്കെന്തിനാ? നിന്റെ ഈ ചാട്ട എങ്ങോട്ടാടാ ഷിബിലി മോനെ? പറയടാ പുല്ലേ, ഇവളാരാ നിന്റെ? അവൻ്റെ വയറിനിട്ടൊരു കിഴുക്ക് വെച്ച് കൊടുത്തുകൊണ്ട് അവൻ ക്യാമറയിൽ പതിഞ്ഞ അവളുടെ ചിത്രത്തിലേക്ക് നോക്കി. എൻ്റെ അമ്മാവൻ്റെ മോളാ. അപ്പം അളിയാ വാ. അവൻ്റെ തോൾ കൂടെ കയറ്റി അവൻ ഉമ്മറത്തേക്ക് നടന്നു. അളിയനോ? എപ്പോ? അൻവർ അവനെ നോക്കി. കുറച്ച് മുന്നേ തൊട്ട് എനിക്ക് ആ പെണ്ണിനെ അസ്ഥിക്ക് പിടിച്ചടാ. അവളോട് എൻ്റെ ഇഷ്ടമെന്ന് പറയണം. എനിക്കിപ്പോൾ തന്നെ അവൾ കാണണം. അത് വേണോ? കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാ പോരെ? വേണ്ട, എനിക്കിപ്പോൾ കാണണം. വാ. അവൻ്റെ കയ്യും പിടിച്ച് ഷിബി മുകളിലേക്ക് പടികൾ കയറാൻ തുടങ്ങി. ഡാ, നീ വിചാരിക്കുന്ന പോലെ കേട്ടോ അവള്. എന്നോട് സ്റ്റേജ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാളോ റപ്പേ, ഇവനെ കൊണ്ട്. അൻവർ അവൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് പറഞ്ഞു. അവളുടെ റൂമിന് മുമ്പിലെത്തിയത് അവനെ നിന്നു. തുറക്കടാ, ഷീബില അവനെ നോക്കി പറഞ്ഞു. വേണ്ടടാ, ഇത് പ്രശ്നൗട്ടോ, മര്യാദ തുറക്കടാ ചെറ്റേ. ഷീബില കയ്യൊങ്ങിയതും അൻവർ വാതിൽ തള്ളി തുറന്നു. ഷീബിലെ, ബാക്കി നീ നോക്കോ, ഞാൻ പോണു, എനിക്ക് വയ്യ അവിടെ വാതിൽ കേൾക്കാൻ. അൻവർ വാതിൽ തള്ളി തുറന്ന് താഴേക്ക് ഓടി. ഷിബി എന്ത് ചെയ്യണമെന്നറിയാതെ അകത്തേക്ക് നോക്കി. അവന്റെ പ്രതീക്ഷകളെ അപ്പാടെ മറിച്ചുകൊണ്ട് റൂമിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ ശ്വാസം ഒന്ന് നേരെ വലിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഈ വിളിത എവിടെ പോയി? അവനാൻ്റെ റൂം ഇത് തന്നെയാണല്ലോ. അവൻ റൂമിൽ കയറി ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് പതിയെ മൊഴിഞ്ഞു. പെട്ടെന്നാണ് ബാത്റൂം ഡോർ തുറന്ന് നാച്ചു വരുന്നത്. അവൻ കണ്ണെടുക്കാതെ അവളുടെ കരിമിഴികളിലേക്ക് നോട്ടമെറിഞ്ഞു. ഡോ! അവളുടെ ഉച്ചത്തിൽ മുഴങ്ങിയ ശബ്ദമാണ് അവന്റെ കാതുകളിൽ നിറഞ്ഞു നിന്നത്. എടോ, ഒന്ന് പുറത്തേക്ക് വിടോ. അവൾ വീണ്ടും തിരിഞ്ഞുകൊണ്ട് അവനോട് ശബ്ദമുയർത്തി. നോട്ടമെറിഞ്ഞ കണ്ണുകൾ ദൃഷ്ടി മാറ്റിയപ്പോഴാണ് അവന് ബോധം വന്നത്. അവൻ നാച്ചുവിനെ ഒന്ന് അടിമുടി നോക്കി. മുട്ടോളം എത്തി നിൽക്കുന്ന ബാത്റൂം ചുറ്റിയാണ് ആളുടെ നിൽപ്പ്. എടോ, ഒന്ന് ഇറങ്ങിപ്പോടോ. അവൾ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ ചമ്മൽ മറച്ചു വെച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു. വാതിലിനിടയിലെത്തിയത് അവനും തിരിഞ്ഞു. സോറി, അൻവറിനെ അന്വേഷിച്ചു വന്നാ? താനിവിടെ ഇങ്ങനെ? സോറി. അവൻ തലയെറിഞ്ഞുകൊണ്ട് അവളെ നോക്കി. ഐ സേ ഗെറ്റ് ഔട്ട്. അവന് തുറിച്ചു പോയിക്കൊണ്ട് അവൾ വാതിൽ ശക്തമായി അടച്ചു. എൻ്റെ പൊന്നു, എന്തൊരു ജാട. അവൻ അടഞ്ഞ വാതിലേക്ക് നോക്കി പറഞ്ഞു. എങ്ങനെ ജാട കാണിക്കാതിരിക്കും? അവൾ ആ കോലത്തിൽ നിൽക്കുമ്പോൾ നിനക്കെന്താടാ അവിടെ കാര്യം? അല്ല, നീ ഏതാടാ? അവനെ കനപ്പിച്ചു നോക്കിക്കൊണ്ട് നസീം ചോദിച്ചു. ഇതൊക്കെ ചോദിക്കാൻ താങ്കൾ ആരാണാവോ? ഷിബി അവനെ ഒന്ന് അടിപൊളി നോക്കിക്കൊണ്ട് ചോദിച്ചു. ചോദിക്കുന്നതിന് മറുപടികളാ പുന്നാര പോരെ. അവനെ ചുമരിലേക്ക് തള്ളി കോടൽ പിടുത്തമിട്ടുകൊണ്ട് നസീം ചോദിച്ചു. ചി ഇവിടെ മാറി, എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാണ്ടല്ലോ. ഷിബി അവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു. പിന്നെ എന്റെ പെങ്ങൾ ഒറ്റക്കുള്ള റൂമിൽ വായി നോക്കി നിന്നെ ഞാൻ പൂവിട്ട് പൂജിക്കണോ? അവന്റെ ശബ്ദത്തിൽ ദേഷ്യം നിറഞ്ഞിരുന്നു. ഓ, അപ്പൊ അളിയെന്നാണ്. ഷിബി ഷർട്ട് ഒന്ന് കുടഞ്ഞിട്ട് പതിയെ പുഞ്ചിരിച്ച് ആത്മകഥ നടത്തി. ഓ, എന്റെ പൊന്നളിയ. അവനവന്റെ തോളിലൂടെ കൈയിട്ട് നോക്കി. വിട, ആരാണ് നിന്റെ അളിയൻ? നസീം കൈകൾ വേർപ്പെടുത്തിക്കൊണ്ട് അവനെ നോക്കി. ഓ സോറി, തന്നെ നെയ്മെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് വിളിച്ച ലീവ് ഇറ്റ്. ഞാൻ അൻവറിനെ തിരഞ്ഞിറങ്ങിയതാ. അവൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അല്ലാണ്ട് നിന്റെ പെങ്ങളെ ഈ കോലത്തിൽ കാണാമെന്നൊന്നല്ല, അല്ലെങ്കിലും കാണാൻ പറ്റിയൊരു കോലം. അവൻ പുച്ഛത്തിൽ മുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഡാടാ, അധികം വളച്ചിലക്കല്ലേ. ആര് പറഞ്ഞിട്ടാടാ നീ മാരേജിന് വന്നേ?
നസീം കനപ്പിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. എനിക്കേ വിളിക്കാതെ പോകുന്ന ശീലമൊന്നും പണ്ടേ ഇല്ല. ദയവ് വന്നല്ലേ എൻ്റെ സ്പോൺസർ. സ്റ്റെപ്പ് കയറി വരുന്ന അൻവറിനെ നോക്കി നസീമിനോട് ഷിബിൽ പറഞ്ഞു. എന്താണ് പ്രശ്നം? അൻവർ അവരിവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. അവനോട് തന്നെ ചോദിക്കും. ഷിബിലിനെ തള്ളിമാറ്റിക്കൊണ്ട് ദേഷ്യത്തോടെ നസീം ഇറങ്ങിപ്പോയി. എന്താടാ എന്താ ഒപ്പിച്ചു വെച്ച്? ഒന്നുമില്ലടാ, അവളുടെ ബ്രദർ ഒരു മുള്ളുമുരിക്കാണല്ലോടാ. ഷിബിൽ അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓവ്, അവിടെ അനിയനാ, കണ്ടാ ചേട്ടനാന്നേ തോന്നുന്നു. ഇതിലും വലുതാ എനിക്ക് വരാനിരുന്ന്, രക്ഷപ്പെടുന്ന കരുതിയാൽ മതി. അവൻ നാച്ചുള്ള റൂമിലേക്കൊന്ന് എത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.